26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സമുദ്രോപരിതല താപനിലയുമായി ബന്ധപ്പെട്ട എൽനിനോ പ്രതിഭാസം ശക്തിപ്പെട്ടതിന്റെ ഫലമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഉഷ്ണതരംഗങ്ങളും ഏഷ്യയിലെ പ്രവചനാതീതമായ മൺസൂൺ വ്യതിയാനങ്ങളും എൽനിനോയെ തുടർന്നാണ് ഉണ്ടാകുന്നത്. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം അതിവേഗം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മാസങ്ങളിൽ സമുദ്രോപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ തന്നെ 1950-ന് ശേഷമുള്ള ഏറ്റവും ശക്തമായ 5ാമത്തെ എൽനിനോ ആയി ഇത് മാറിയേക്കാമെന്നും ഇത് ആഗോള താപനില റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയരാൻ കാരണമാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. യുഎസിന്റെ മധ്യകിഴക്കൻ മേഖലകളിൽ ഇപ്പോൾ കടുത്ത വേനൽ ചൂടാണ്. അന്തരീക്ഷത്തിൽ ഉയർന്ന മർദ്ദം രൂപപ്പെട്ട് ചൂടുവായു പുറത്തുപോകാതെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഹീറ്റ് ഡോം എന്നാണ് ഈ പ്രതിഭാസത്തെ പറയുന്നത്. ഇപ്പോൾ തന്നെ പല പ്രവിശ്യകളിലും താപനില 38 ഡിഗ്രി സെൽഷ്യസ് കടന്നിട്ടുണ്ട്. ഈർപ്പത്തിന്റെ സാന്നിധ്യം കാരണം അനുഭവപ്പെടുന്ന ചൂട് ചിലയിടങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസ് മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രേഖപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത ചൂട് കാരണം ജാഗ്രതാ നിർദ്ദേശത്തിലാണ്. കടുത്ത ചൂട് ജനജീവിതത്തെയും കൃഷിയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം യൂറോപ്പിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില ഉയർന്നിട്ടുണ്ട്. ഉയർന്ന താപനിലയോടൊപ്പം വരണ്ട കാറ്റും അനുഭവപ്പെടുന്നത് കാട്ടുതീക്ക് കാരണമാകുന്നുണ്ട്. കഠിനമായ ചൂട് മൂലം ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് പലയിടത്തുമുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്കേ ഏഷ്യൻ രാജ്യങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സജീവമാണെങ്കിലും എൽനിനോയുടെ സ്വാധീനവും പ്രകടമാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും മധ്യദക്ഷിണ ഉപദ്വീപുകളിൽ മഴയുടെ അളവിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. പസഫിക്കിലെ എൽനിനോയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യതിയാനങ്ങളും കാരണം വരും ആഴ്ചകളിൽ മഴയുടെ വിന്യാസം പ്രവചനാതീതമായി തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. മനുഷ്യനിർമ്മിത ആഗോള താപനില ഇല്ലായിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള കടുത്ത ചൂട് അനുഭവപ്പെടില്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ അടിയന്തരമായി കുറച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ തീവ്രമാകും. അതോടൊപ്പം വരും മാസങ്ങളിൽ എൽനിനോ അതിന്റെ പരമാവധി തീവ്രത കൈവരിക്കുമെന്നതിനാൽ തന്നെ ലോകമെമ്പാടും കൃഷി, ജലസംരക്ഷണം, ആരോഗ്യമേഖല എന്നിവയ്ക്കായി പ്രത്യേക മുൻകരുതലുകൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.